സ്വാതന്ത്ര്യത്തിൻ്റെ വരാനുള്ളൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണമംഗലത്ത് കല്യാണം ആലോചിക്കുന്നുണ്ട് നമ്മുടെ ആലോകിന്. ഇനിയിപ്പോൾ അവിടെ ആകെ ഒരു മോനല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കല്യാണം ആർഭാടായി നടത്താനൊക്കെ ആഗ്രഹിച്ച് കല്യാണത്തിന് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കണ രണ്ട് വല്യച്ഛനും അതുപോലെ തന്നെ ചെറിയച്ഛനും കൂടിയിട്ട് രണ്ടുപേർ അങ്ങനെ നടക്കുന്ന സമയത്ത് ആലോകിനാണെങ്കിൽ വല്ലാത്ത നിരാശയൊക്കെ ആയിരുന്നു കല്യാണം നടക്കാത്തതിൽ. അതിനുള്ള ദേഷ്യമാണ് നമ്മുടെ മിത്രനോടും ആര്യനോടും കൂടെ കൂടെ കാണിക്കുന്നത്. മിത്ര മുറ്റത്ത് കോലൊക്കെ വരയ്ക്കുന്ന സമയത്ത് വണ്ടിയും കൊണ്ട് ആ വഴിക്ക് പോവുകയും അതിലൂടെ കയറി നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ആര്യം പ്രതികരിക്കുന്നതും തല്ലണം വെള്ളമൊക്കെ ഒഴിക്കുന്ന മേത്തേക്ക് അങ്ങനെ എന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇനി അങ്ങനെ ആലോകിന് ഒരു കല്യാണം ഒത്തു വന്നു. എന്തായാലും അത് നല്ലൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ നിന്ന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർ വന്ന് നിൽക്കുന്ന സമയത്ത് ഗോമതിയും നമ്മുടെ മിത്രയും അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും. ഇതൊക്കെ കണ്ടുകൊണ്ട് ആ സമയത്ത് മോളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ പെങ്ങള് മരിച്ചു, പിന്നെ എനിക്കൊരു മോളുണ്ടായത് അതും മരിച്ചു എന്നൊക്കെ പറയും. അങ്ങനെ അവർക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. കേൾക്കുമ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട്, സ്വന്തം പെങ്ങള് മരിച്ചെന്ന് പറഞ്ഞ പോട്ടെ, പെങ്ങളാണ് എന്ന് പറയാം, പക്ഷെ സ്വന്തം പെറ്റ മോള് മരിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ, നിങ്ങൾ ഇത്ര ദുഷ്ടനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനിയൻ അയാളെ ചെറിയച്ഛനും അതായത് മിത്രയുടെ ചെറിയച്ഛൻ കിടന്ന് പറയുന്നുണ്ട്, പെങ്ങളുണ്ടാക്കിയ അപമാനം അതേപോലത്തെ ആയിരുന്നു, ആ അപമാനം തന്നെ അവളും ഉണ്ടാക്കി, അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരും വലിയ മരിച്ചു പോയി എന്നൊക്കെ പറയും. ആ സമയത്ത് ബാലനും ആനന്ദും എല്ലാവരും അവിടെ വന്നവരെല്ലാവരും വിഷമത്തോടെ നിൽക്കുമായിരിക്കും. ഇപ്പം എൻ്റെ മോന് നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്, കണ്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ കല്യാണം നടത്തും എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഇങ്ങനെ വെല്ലുവിളിക്കും. അപ്പം മിത്രയ്ക്ക് ഒരുപാട് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അതിന് മിത്ര പറയുന്നുണ്ട്, നിങ്ങളുടെ മോൻ ഭയങ്കര നല്ലവനല്ലേ, ആര് പറഞ്ഞു, ഞാൻ മാത്രമല്ല നിങ്ങളുടെ മോനും നല്ലവൻ, അത്ര നല്ലവനൊന്നുമല്ല എന്ന് പറയും. ഇതേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ മോനെക്കുറിച്ചെന്ന് ചെറിയച്ഛൻ പറയും. അച്യുതോർമ്മ പറയും, എൻ്റെ മോനൊരു കുഴപ്പമില്ല, എൻ്റെ മോൻ നല്ല സ്വഭാവം തന്നെയാണ്, നിൻ്റെ പോലെ വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണം മുഴുവൻ എടുത്ത് ഓടിപ്പോയിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആ ബന്ധുക്കളെ മുന്നിൽ നിന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളി വാരി എറിയൊക്കെ ചെയ്യുന്നത്. ആര്യൻ തല്ലാനൊക്കെ പോകുമ്പോൾ നമ്മുടെ ബാലൻ എല്ലാത്തിനും എല്ലാവരും തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്തായാലും അതിന് ശേഷം ബാലൻ വന്ന് പറയും, വായോ അവരവരുടെ വീട്ടിലെ കല്യാണം നടത്തിക്കോട്ടെ, നമ്മൾക്കതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ വായോ എന്ന് പറഞ്ഞ് മീനാക്ഷിനെയും അതുപോലെ തന്നെ നമ്മുടെ മിത്രനെയും രണ്ടുപേരെയും കൂടെ ചേർത്ത് നിർത്തി തിരിച്ചു പോകുമ്പോൾ നമ്മുടെ മിത്ര പറയും, ഒരു മിനിറ്റ് അങ്കിൾ, എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട്, അതെനിക്ക് സംസാരിച്ചേ പറ്റൂ, അത് ഇവരോട് തുറന്ന് പറഞ്ഞേ പറ്റൂ എന്നൊക്കെ പറയും. ആ സമയത്ത് നമ്മുടെ ആനന്ദിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, ആനന്ദിൻ്റെ പെണ്ണും ആ കൂട്ടത്തിലേക്ക് ഉണ്ടാവും കേട്ടോ. അങ്ങനെ അപ്പം നമ്മുടെ ഗോമതിക്കും മിത്രയ്ക്കും പേടിയാവും, എന്തൊട്ടാണ് പറയാൻ പോണത്, ഈ പഴയ കാര്യങ്ങളാണോ എന്ന് വിചാരിച്ച് പേടിച്ച് നിൽക്കുന്ന സമയത്ത് ആര്യം പറയും, വേണ്ട ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട, വാ നമുക്ക് അകത്തേക്ക് പോവാം, ഇവർ കല്യാണം കഴിക്കുക പെണ്ണ് കാണുക എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറയും. ഇല്ല, എനിക്ക് പറയാനുള്ളത് പറയാതെ ഞാൻ പോകില്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട് അങ്കിൾ എന്ന് പറയുമ്പോൾ ബാലൻ പറയും, എന്നാൽ മോളൊന്നിട്ട് പറയാനുള്ളത് പറഞ്ഞോളാൻ പറയും. അപ്പോൾ നമ്മുടെ മിത്ര അവരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നത്, നിങ്ങളെ മോൻ അത്ര വലിയ മാന്യനാണെങ്കിൽ ഞങ്ങളുടെ ചേട്ടൻ്റെ കല്യാണം മുടങ്ങാൻ വേണ്ടിയിട്ട് ആനന്ദേട്ടൻ്റെ കല്യാണം പലപ്പോഴായിട്ട് നിങ്ങൾ മുടക്കിയില്ലേ, ഇപ്പം ലാസ്റ്റ് കല്യാണം ഉറച്ച് മുടങ്ങില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ നിങ്ങൾ എന്തിട്ടാ ചെയ്തത്, എന്നെയും മീനാക്ഷി ചേച്ചിനെയും കൂടി നിങ്ങളുടെ മോൻ ആളെ വിട്ട് തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചു എന്നൊക്കെ പറയും. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടും. ബാലനാകെ ഞെട്ടിധരിക്കുന്നു, കാരണം കല്യാണത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ബാലൻ അറിയില്ല. കല്യാണം മുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് മിത്രയും മീനാക്ഷിയും അത് ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എൻ്റെ മോൻ അങ്ങനത്തെ തെറ്റിത്തരങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയും. ഞാൻ ഈ കാര്യം ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്താവും സ്ഥിതി എന്ന് പറയുമോ, നിങ്ങളുടെ മോനിപ്പോൾ ജയിലിൽ കിടന്നിട്ട് ഗോതമ്പുണ്ട തിന്നേനെന്ന് പറയും. നീ എന്തീ പറഞ്ഞു വരുന്നത്, നീ നിന്റെ ഭാഗം തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് അനാവശ്യം പറയണമെന്ന് പറയും. അപ്പോൾ നമ്മുടെ അലോകും ഒന്നും അറിയാത്ത പോലെ അലോകും പറയില്ല, ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഞാൻ കല്യാണം മുടക്കിയില്ല എന്ന് പറയും. ഇല്ലെങ്കിലേ നിങ്ങൾ മീനാക്ഷി ചേച്ചിയോട് ചോദിക്കാൻ പറയും. അങ്ങനെ മീനാക്ഷി അവരെടുത്തേക്ക് കൊണ്ട് ബാലനോട് പറയും, അത് ശരിയെന്ന് വെച്ചാൽ എന്നെയും മിത്രനെയും തട്ടിക്കൊണ്ട് പോയത് ഇവനാണെന്ന് പറയും. അങ്ങനെ പിന്നെ ആനന്ദിനെയും അതുപോലെ തന്നെ എല്ലാവരെയും പിടിച്ചാൽ കിട്ടൂല, എല്ലാവരും കൂടെ നമ്മുടെ ലോകിനെ എടുത്തിട്ട് അടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഓടുന്നു. പക്ഷെ എല്ലാവരെയും ബാലൻ തടഞ്ഞു നിർത്തുന്നു, വേണ്ട എന്ന് പറയും. അതിനുശേഷം ബാലൻ ചെന്ന് ലോകിനോട് ചോദിക്കും, നീ എൻ്റെ മരുമക്കളെ തട്ടിക്കൊണ്ട് പോറായോടാ, നീ പോയി സംസാരിച്ചും ഓരോ പ്രവർത്തികൾ ചെയ്തും നീ ഇങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയല്ലേടാന്ന് ചോദിച്ചും കഴിഞ്ഞിട്ട് കാരണക്കുറ്റിക്കൊക്കെ ആദ്യം ഒന്നടിക്കും. അപ്പോഴത്തേനും അച്യുതൻ വന്ന് എൻ്റെ മോനെ തൊട്ടേന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അച്യുതൻ ബാലനടിക്കാനൊക്കെ പോകും. അപ്പോൾ അച്യുതനെ ആനന്ദും അതുപോലെ തന്നെ ആകാശും കൂടെ തടഞ്ഞു നിർത്തും. മറ്റേ അച്ഛനൊന്നും അറിയാം, മിത്ര സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ തരിച്ചിരിക്കുന്നു ബാക്കി എല്ലാവരും. അതുകൊണ്ട് തന്നെ
നമ്മുടെ ബാലൻ പിന്നെ അടിക്കിന് അലോകിൻ്റെ കവളത്തേക്ക് മാറി മാറി അടിച്ചോണടിച്ച് നിർത്തണില്ല, ആർക്കും തടയാനും പറ്റില്ല, തടയാനുമില്ല. ആ സമയത്ത് നമ്മുടെ അച്ചമ്മയ്ക്ക് വിഷമാവുന്നുണ്ട്. അച്ചമ്മ അങ്ങനെ ബാലൻ്റെ മുഖത്ത് നോക്കി കൈ തൊഴുതിട്ട് പറയും വേണ്ടാന്ന് പറയും. അപ്പോൾ ബാലന് ഭയങ്കര വിഷമാവും, അമ്മയല്ലേ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ബാലൻ ആ കൈ പിൻവലിക്കുന്നുണ്ട്. എന്നിട്ട് പറയും ഇതുപോലത്തെ ഒരു മോനുണ്ടായാൽ പിന്നെ നിനക്ക് എന്ത് പണം ഉണ്ടായിട്ട് എന്ത് കാര്യടാ, എൻ്റെ മക്കളൊന്നും അങ്ങനെ ഒരാളെ തല്ലാനോ പിടിക്കാനോ വഴക്കിനും പോകുന്ന ഒരാളല്ല, എൻ്റെ മക്കൾ അങ്ങനത്തെ ആൾക്കാരും അല്ല, കണ്ടു പഠിക്കടാ. നിൻ്റെ മകനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മക്കളൊക്കെ എത്രയോ നല്ല മനസ്സിൻ്റെ ഉടമയാണെന്നൊക്കെ അറിയുമെന്നൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ മിത്രയും പറയും ഞാൻ ഒരാളെ സ്നേഹിച്ചു കല്യാണം കഴിച്ചു, അതിനിപ്പോൾ എന്താ കുഴപ്പമുണ്ടായത്, ഞാൻ തെണ്ടി തിരിഞ്ഞൊന്നും നടക്കണില്ലല്ലോ, ഞാൻ നല്ല അഭിമാനത്തോടെ അന്തസ്സോടെ കൂടിയാണ് ഇവരെ വീട്ടിൽ ജീവിക്കുന്നത്, നല്ല സന്തോഷത്തോടെ എൻ്റെ സ്വന്തം മോളെ പോലെ ഇനി അപ്പച്ചിയും മാമനും എന്നെ കാണുന്നത്, അങ്കിളും എന്നെ കാണുന്നത്, ഞാൻ അവരെ മോളെ പോലെ തന്നെയാണ് അവരെന്നെയും കാണുന്നത്, ഞാൻ നല്ല സന്തോഷത്തിലാണ് ഈ വീട്ടിൽ കഴിയുന്നത്, പിന്നെ നിങ്ങൾക്ക് എന്തത്ര അഭിമാനക്കുറവ് എന്നൊക്കെ ചോദിച്ച് മിത്ര അങ്ങനെ അച്ഛൻ്റെ മേലിങ്ങനെ കത്തി കയറുന്ന ദേഷ്യം കൊണ്ട് മിത്രയ്ക്ക് ആ കല്യാണം ഇവരെ പറയാത്തതിലുള്ള ദേഷ്യമൊക്കെ ഇനി അതൊക്കെ മിത്ര ഇങ്ങനെ പകരം വിട്ടണ്. പിന്നെ ഞാൻ ഓടിപ്പോയതിൽ നിങ്ങളോട് 100 തവണ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ കല്യാണം വേണ്ട എന്നുള്ള കാര്യം, എനിക്ക് ആ ചെക്കനെ വേണ്ട, എനിക്ക് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും കേട്ടില്ലല്ലോ. എൻ്റെ വാക്കുകളൊന്നും കേൾക്കാണ്ട് നിങ്ങൾ എൻ്റെ ഇഷ്ടത്തിന് ഒരു വിലയും കൽപ്പിക്കാണ്ട് നിങ്ങൾ ആ കല്യാണം നടത്താൻ ശ്രമിച്ചത് കൊണ്ടല്ലേ എനിക്ക് അങ്ങനെ പോണ്ടി വന്നത്, അല്ലെങ്കിൽ ആ വീട്ടിൽ ഞാൻ എപ്പോഴും ഉണ്ടാവുമായിരുന്നില്ലേ. പിന്നെ ഇപ്പം ഞാൻ എടുക്കുന്ന ജോലി, അതായത് മിത്ര ട്യൂഷന് പോകുന്നുണ്ട്, ഇപ്പം ഞാൻ എടുക്കുന്ന ജോലി അത് എൻ്റെ ഇഷ്ടത്തിനാണ്, ഇവരാരും പറഞ്ഞിട്ടല്ല, ഇവരെല്ലാവരും പോകണ്ടെന്ന് പറഞ്ഞിട്ടും എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എൻ്റെ സ്വന്തം ചിലവിന് മറ്റുള്ളവരെ ആശ്രയിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇനിയും ഞാൻ ചെയ്യും, എൻ്റെ ജോലി ശമ്പളം കിട്ടിയിട്ട് വേണ്ട ദേവമംഗലത്തുള്ളവർക്ക് കഴിയാൻ മേലിൽ എന്നെയോ എൻ്റെ ഭർത്താവിനെയോ അതുപോലെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഉപദ്രവിക്കാൻ വന്നാൽ നിങ്ങൾ വിവരം അറിയും. അപ്പോൾ പിന്നെ മോനെ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞിട്ട് കൊണ്ടുവരേണ്ടി വരും, മോനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞ് മിത്ര അങ്ങനെ അട്ടഹസിക്കുന്ന മിത്ര തന്നെയാണ് ഇങ്ങനെ പറയുന്നത് വിചാരിച്ചിട്ട് നമ്മുടെ കൃഷ്ണമംഗലത്തുള്ളവരെല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതാണ് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ.